So മക്കളെ 97th question, Hardy-Weinberg equation, the frequency of heterozygous individual is represented by എന്നാണ് ചോദിച്ചത്. So yes, നമുക്ക് അറിയാവുന്ന ചോദ്യം അല്ലേ, ഫ്രീക്വൻസി ഓഫ് ഹെറ്ററോസൈഗസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ക്യാപിറ്റൽ എ സ്മോൾ എൻ്റെത്. ക്യാപിറ്റൽ എ സ്മോൾ എൻ്റ് നമ്മൾ അറിയാം, ദാറ്റ് ഈസ് 2pq. പലർക്കും ഇത് pq ആയി മാറാറുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി 2pq. സോ ദ ഓപ്ഷൻ വിൽ ബി ബി ഓപ്ഷൻ. സോ ബാക്കിയുള്ളത് അറിയാം, അതായത് ഹോമോസൈഗസ് ഡോമിനന്റ് ക്യാപിറ്റൽ എന്റെ ആണ് പി സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. സ്മോൾ എ അതായത് ഹോമോസൈഗസ് റെസസീവിൻ്റെത് ക്യൂ സ്ക്വയർ ആണ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് 2pq വിൽ ബി ദ ആൻസർ. 98th question. In a population of 100 individuals, 360 belongs to genotype capital A. So capital A ൽ 360. സോ നിങ്ങൾ അറിയേണ്ടത് ഇവിടെ ജസ്റ്റ് 360 എന്നുള്ളത് ജസ്റ്റ് നമ്പർ മാത്രമാണ് കേട്ടോ, ജസ്റ്റ് നമ്പർ മാത്രമാണ്. നമുക്കിത് ഈ ക്യാപിറ്റൽ നമ്മൾ ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി ആണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്. ഫ്രീക്വൻസി ഐദർ പെർസെൻറ്റേജ് രൂപത്തിൽ നമുക്ക് പറയാം. സോ ആക്ച്വലി പെർസെൻറ്റേജ് രൂപത്തിൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു 1000 ആണ് തന്നിരിക്കുന്നത്. സോ 360 ബിലോങ്സ് ടു ക്യാപിറ്റൽ എ സ്മോൾ എ ആണെങ്കിൽ അതിന് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 36 അല്ലെ? വിത്ത് റെസ്പെക്ട് ടു 100 ദാറ്റ് ഈസ് 36. സോ 36% ആണ്. സോ 36%നെ നമ്മൾ ഫ്രീക്വൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു 1 ആണ് ആക്ച്വലി ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. സോ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അഗെയിൻ 36/100 ചെയ്യണം. സോ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ വിൽ ബി 0.36. ഇങ്ങനെയാണ് കൺവേർഷൻ കേട്ടോ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി ക്യാപിറ്റൽ എ 0.36 ആണെങ്കിൽ ക്യാപിറ്റൽ എന്റെ ഏതാണ് എന്നുള്ളതല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ റൂട്ട് ചെയ്താൽ പോരെ. അതായത് പി സ്ക്വയർ ആണ് തന്നത്. ചോദ്യം പിനെ സംബന്ധിച്ചാണ്. പി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 0.36. റൂട്ട് ഓഫ് 0.36 വിൽ ബി 0.6. സോ 0.6 വിൽ ബി ദ ആൻസർ. സിമ്പിൾ അല്ലേ? അതിൽ അവിടെ നമുക്ക് ഏതിന്റെ ആവശ്യം പോലും ഇല്ല. ആ 480ന്റെ ആവശ്യമോ നമുക്ക് ബാക്കിയുള്ളതിന്റെ ആവശ്യം പോലും ഇല്ല. ഓക്കെ, that is the way how you have to answer such questions. So 99th question ആണ് next. The tendency of a population to remain in genetic equilibrium may be disturbed by. അങ്ങനെയാണ് ചോദിച്ചത്. സോ may be disturbed by എന്നാണ് ചോദിച്ചത്. സാധാരണഗതിയിൽ ഡിസ്റ്റർബൻസ് വരുന്നത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഐദർ ഇവിടെ ആൾറെഡി ഉള്ള ഈ പോപ്പുലേഷനിൽ പുതിയ ആളുകൾ വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ മ്യൂട്ടേഷൻ നടക്കാം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് എ എന്തായാലും ആവില്ല. ലാക്ക് ഓഫ് മ്യൂട്ടേഷൻസ് ആവുമോ? മ്യൂട്ടേഷൻ വന്നാലാണ് ഇത് ആൾട്ടർ ചെയ്യുക. പിന്നെ ലാക്ക് ഓഫ് മൈഗ്രേഷൻ ആവില്ല. സോ എയും ഡിയും അല്ല. ഓക്കെ, ഇനി ബി ആണോ സി ആണോ എന്ന് നോക്കിയാൽ മതി. ആക്ച്വലി സ്പീക്കിംഗ് ഇത് ജനറ്റിക് ഇക്വിലിബ്രിയം ആവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ ഒരു റാൻഡം മേറ്റിംഗ് ആണ്. ഇവിടെ എ എന്നുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ് എന്നുള്ള ഒരാളും ഇവിടെ വൈ എന്നുള്ള ഒരാളും, ഇവർ ഇങ്ങനത്തെ ചിലപ്പോൾ മേറ്റ് ചെയ്യുന്നു, ഇവിടുന്ന് അങ്ങോട്ട് മേറ്റ് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് മേറ്റ് ചെയ്യുന്നു. ഒരു റാൻഡം മേറ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് സൊസൈറ്റിയിൽ മാത്രം മേറ്റിംഗ് നടന്നാൽ ഇത് പറ്റൂല, ജനറ്റിക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ഉണ്ടാവില്ല എന്ന് പറയും. അതും ഒരു പോയിന്റ് ആണ്. സോ ആക്ച്വലി നമുക്ക് 99ന്റെ ആൻസർ ലാക്ക് ഓഫ് റാൻഡം മേറ്റിംഗ് എന്ന് കിട്ടും. ഓക്കെ, ലാക്ക് ഓഫ് റാൻഡം മേറ്റിംഗ്. സോ ദ വേരിയേഷൻ ഇൻ ജീൻ ഫ്രീക്വൻസി വിത്തിൻ പോപ്പുലേഷൻസ് ക്യാൻ occur by chance rather than by natural selection. ബൈ ചാൻസ്, അതാണ് അവിടുത്തെ പോയിന്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് അല്ലെ? ഈ ജനറ്റിക് ഡ്രിഫ്റ്റുമായി റെസ്പെക്ട് ചെയ്ത ഒരുപാട് ചോദിച്ചു. സോ ബൈ ചാൻസ് വരുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 100 വിൽ ബി ദ ആൻസർ വിൽ ബി ഡി. So 101, random unidirectional change in allelic frequency that occurs by chance. Again, genetic drift അല്ലേ? Then 102, genetic variation in a population arises due to എന്നാണ് ചോദിച്ചത്. Genetic variation എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ്. ഇതിൽ ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷനിലൂടെ നോക്കണം. റീകോമ്പിനേഷൻ മാത്രമല്ല, മ്യൂട്ടേഷൻ മാത്രമല്ല, രണ്ടിലും വേരിയേഷൻ സംഭവിക്കാം. അതായത് Hardy-Weinberg principle മാറാം, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? So answer will be mutation as well as recombination. Next, a particular focus capital A നോക്കാം. allele is capital A frequency 0.6 തന്നിട്ടുണ്ട്. സ്മോൾ a ൻ്റെത് എത്ര തന്നിട്ടുണ്ട്? 0.4. What would the frequency of heterozygotes in a random? Heterozygotes എന്ന് പറഞ്ഞാൽ capital A small a, അത് എത്രയാണ്? 2 into pq അല്ലെങ്കിൽ 2 into 0.6 into 0.4 അല്ലേ? അത് എത്ര കിട്ടും? 0.24 into 2, that is 0.48 അല്ലേ? So 103, the answer will be D. Okay, so that's about this one. So next question ലേക്ക് നമുക്ക് കയറാം. Okay, next 107 ആണ്. 107, forthcoming generation are less adaptive than the parental generation due to എന്നാണ് ചോദിച്ചത്. ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഫോർത്ത് കമ്മിങ് പുതിയ വരുന്ന ജനറേഷൻ ലെസ് അഡാപ്റ്റീവ് ആണ്. ലെസ് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ
ഒരു ഏരിയയിൽ നിന്ന് ഒരു പോപ്പുലേഷൻ നമ്പർ എ പെട്ടെന്ന് ഒരു പോപ്പുലേഷൻ ബി ആയി. ഓക്കെ, സാധാരണഗതിയിൽ എവല്യൂഷൻ വഴി ഈ പരിപാടി നടന്നാൽ സാധാരണ നോർമൽ എവല്യൂഷൻ, സാധാരണ എവല്യൂഷന്റെ പ്രോസസ് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ് നോർമലി. ഓക്കെ, നോർമലി എവല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ബി കൂടുതൽ അഡ്വാൻറ്റേജസ് ഫിറ്റസ്റ്റ് സാധനമായിരിക്കും. പക്ഷേ എവല്യൂഷൻ ഡ്യൂ ടു ഡാഷ്, അതുകൊണ്ട് ഈ ഫിറ്റസ്റ്റ് ആളുകൾ വരണമെന്നില്ല. എന്താ അത്? മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എപ്പോഴും നടക്കാം. മ്യൂട്ടേഷന്റെ ഫലമായിട്ട് വരുന്ന ബി എപ്പോഴും നല്ല ആളാണ് അല്ലെങ്കിൽ നല്ല അഡാപ്റ്റീവ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഡ്യൂ ടു മ്യൂട്ടേഷൻ ആണെങ്കിൽ 107 ദ ആൻസർ വിൽ ബി ബി. മ്യൂട്ടേഷൻ ആണെങ്കിൽ ലെസ് അഡാപ്റ്റീവ് ആകാം, ആർ ലെസ് അഡാപ്റ്റീവ് ദാൻ ദ പാരലൽ ജനറേഷൻ ഡ്യൂ ടു. അത് ലെസ് അഡാപ്റ്റീവ് ആകാം എന്നാണ്, എപ്പോഴും ആണ് എന്നല്ല കേട്ടോ. സോ ദാറ്റ് ഈസ് ദ തിങ്. സോ നാച്ചുറൽ സെലക്ഷൻ എന്തായാലും ഇല്ല, മ്യൂട്ടേഷൻ എന്തായാലും ഇല്ല, ജനറ്റിക് ഡ്രിഫ്റ്റ് ആവണമെന്നില്ല അല്ലെ, ജനറ്റിക് ഡ്രിഫ്റ്റ് ആവണമെന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ മ്യൂട്ടേഷനിൽ യൂഷ്വലി അങ്ങനെ ആവാറുണ്ട്. സോ ദാറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഈസ് ഇത് ഓൾഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ട. സോ നെക്സ്റ്റ്, ദിനോസേഴ്സ് ഡോമിനേറ്റഡ് ദ വേൾഡ്. അത് കറക്റ്റ് ബേസ്ഡ് ഓൺ യുവർ NCERT ആണ്. ഏത് ഇറായാണ് എന്നാണ് ചോദിച്ചത്. സോ നമുക്കറിയാം 111 ഇറ ഏതാണ്? യെസ്, ഇതിൽ പല ആളുകളും 111 മാറി എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് ജിയോളജിക്കൽ ഇറ എന്നാണ് ചോദിച്ചത്. സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ വിൽ ബി വാട്ട്? 111. ഇറ്റ് വിൽ ബി സി ഐ തിങ്ക്. നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇറാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇറാസ് നമ്മൾക്ക് സീനോസോയിക്, മീസോസോയിക് ആണ്. സോ മീസോസോയിക് ഇറ ആണ് അല്ലേ ആൻസർ. പീരിയഡ് ആണെങ്കിൽ ദ ആൻസർ ഈസ് ജുറാസിക്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മീസോസോയിക് ആയിരിക്കും. ഓക്കെ, സോ 112 ജുറാസിക് പീരിയഡ് ഓഫ് ദ മീസോസോയിക് ഇറ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. കറക്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ ജിംനോസ്പേംസ് ആർ ഡോമിനന്റ് പ്ലാന്റ്സ് ആൻഡ് ഫസ്റ്റ് ബേർഡ്സ് അപ്പിയേർഡ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ദ ആൻസർ ഓഫ് 112 വിൽ ബി ബി. ഓക്കെ, ജിംനോസ്പേംസ് ആണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ഫസ്റ്റ് ദിനോസസ്. നമുക്ക് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? യെസ്, ജിംനോസ്പേംസിന്റെ കാര്യം. അത് കറക്റ്റ് NCERT-ൽ ജിംനോസ്പേംസിന്റെ കാര്യങ്ങൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ജുറാസിക്കിൽ അല്ലേ, ഫസ്റ്റ് ബേർഡ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ in which era reptiles were dominant? Reptiles were dominant in which era എന്നാണ് ചോദിച്ചത്. 114. Yes, in which era? The direct question 114. So the answer will be B, Mesozoic era. Mesozoic era-യിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. Which period is dubbed as the age of prokaryotic microbes? ഓൾഡ് ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് അത് NCERT-ൽ പറയാത്ത സാധനമാണ്, എന്നാലും അറിയാം. പ്രീ കാംബ്രിയൻ എന്നുള്ള സാധനം. ഇനി കറക്റ്റ് ഓർഡർ ഏതാണ് എന്നുള്ളത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് ബേസ്ഡ് ഓൺ NCERT തന്നെയാണ് അല്ലേ. സോ പാലിയോസോയിക്, മീസോസോയിക്, സീനോസോയിക്, അതാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ എന്നുള്ള പോർഷനിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇതിൽ ഹോമോ ഹബിലിസ്, ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇതിലൊരു ചെറിയൊരു കാര്യം ആഡ് ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു NCERT-ൽ നമ്മുടെ ഹോമോ സാപ്പിയൻസ് അല്ലെങ്കിൽ ഹോമോ സാപ്പിയൻസിൻ്റെ ആക്ച്വലി കൊടുത്തിട്ടില്ല. അതൊരു ഒരു എന്താ പറയുക, അഡീഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, സോ അക്കോർഡിംഗ് ടു NCERT നമ്മൾ പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത് ഹോമോ ഹബിലിസ് അല്ലേ. ഹോമോ ഹബിലിസിനെ നമ്മൾ പറഞ്ഞു എത്രയായിരുന്നു ബ്രെയിൻ കപ്പാസിറ്റി? 650 to 800 cc ആയിരുന്നു. 650 to 800 cc ആയിരുന്നു. പിന്നെ നമ്മുടെ ഈ ഹോമോ ഹബിലിസിന്റെ ആൾമോസ്റ്റ് ഹോമോ ഇറക്ടസിനും ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഹോമോ ഇറക്ടസ് ആൻഡ് ഹോമോ ഹബിലിസ് ബോത്ത് ഇത്രയാണെന്നുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ഇതിന്റെ തൊട്ട് മുന്നേ വന്നത് നമ്മുടെ ഓസ്ട്രലോപിത്തേക്കസ് അല്ലേ, ഓസ്ട്രലോപിത്തേക്കസ്. ഈ ഓസ്ട്രലോപിത്തേക്കസിന്റെ ജസ്റ്റ് 450, അതിനേക്കാൾ കുറച്ച് താഴേക്ക് 450 to 500 cc ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ നിയാൻഡർതാൽ മാൻ പറയാം അല്ലേ. നിയാൻഡർതാൽ മാൻ, ഈ നിയാൻഡർതാൽ മാൻ്റെത് അറൗണ്ട് നമ്മളൊക്കെ അറിയാം 1400 cc ആണ്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ന്യൂ ദാറ്റ് ഈസ് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് നമ്മൾ വിചാരിക്കും അതിലായിട്ട് കൂടുന്നു, പക്ഷേ കറക്റ്റ് സ്പീക്കിംഗ് 1350 cc ആയിരുന്നു. ഓക്കെ, അത് ബ്രെയിൻ കപ്പാസിറ്റി ആണ്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് അത് കാരണം നമുക്ക് വിവരം കുറവാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ആക്ച്വലി സ്പീക്കിംഗ് ഈ നിയാൻഡർതാൽ മാൻ നമ്മളൊരു നിയാൻഡർതാൽ മാനെ മോഡേൺ ഹ്യൂമൻ ബീങ്സും കമ്പയർ ചെയ്യുമ്പോൾ നിയാൻഡർതാൽ മാൻ മോർ മസ്കുലാർ ആണ്, മോർ ഹെവി ആണ്, കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ആളാണെന്ന് പറയും. പക്ഷേ ഈ നിയാൻഡർതാൽ മാനിൽ 1400 ഉണ്ടെങ്കിലും അവരുടെ ഒരു ബ്രെയിൻ നമ്മളൊരു വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്കള്ളിന്റെ ഒരു
87.5%. ഇതൊന്നും അറിയണ്ട, 87 എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, 87.5% വോളിയത്തിൽ ഈ ബ്രെയിൻ ഉള്ളൂ. പക്ഷെ മോഡേൺ മാനിൽ നമുക്ക് ഈ സ്കള്ള് കറക്റ്റ് കുറവാണെങ്കിലും, സ്കള്ളിന്റെ സൈസ് കുറവാണെങ്കിലും ഇതിൽ മെജോറിറ്റി ഏരിയയിലും നമ്മുടെ ബ്രെയിൻ ഉണ്ട് എന്നാണ് പറയാം. അതായത് ആൾമോസ്റ്റ് 95% വോളിയത്തിലും നമ്മുടെ ബ്രെയിൻ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ 1500 cc വരുന്നുള്ളൂ, ഇവിടെ അറൗണ്ട് 1400 cc ആണ് വരുന്നത്. ഇതാണ് നിയാൻഡർതാൽ മാൻ. ഓക്കെ, ഇത് നമ്മുടെ ഹോമോസാപ്പിയൻസ് ആണ്. അപ്പൊ അത് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ 118 നമുക്ക് ഏത് കിട്ടും? ഡി ഓപ്ഷൻ ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, നൗ 119 ഇതും കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു യുവർ NCERT ആണ്. 119 which of the following is correct about origin and evolution of man? Agriculture came around 50,000. അല്ല, agriculture according to your NCERT it is 10,000. Dryopithecus and Ramapithecus primates existed 15 million years ago. ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ 15 million years Dryopithecus and Ramapithecus primates exist 15 million walked like men എന്നുള്ളത് with respect to which is correct എന്നാണ് ചോദിച്ചത് അല്ലേ? walked like men. പക്ഷെ അത് walked like gorillas and chimpanzees എന്നാണ് according to your NCERT അല്ലേ? According to NCERT that is a false statement. Then Homo habilis probably ate meat. അല്ല, Homo erectus ആണ് അല്ലേ? According to NCERT again. Neanderthal men lived in Asia between 1 lakh and 40,000. അത് correct ആണ്. So 119 the answer will be D. Okay. Next, the chronological order of evolution from early to recent is എന്നാണ് ചോദിച്ചത്. So 120 നോക്കിയിട്ട് പറയാം. ഓസ്ട്രലോപിഥെക്കസ്, റാമാപിഥെക്കസ്, എന്തായാലും ഇത് തന്നെ തെറ്റാണല്ലേ? ഫസ്റ്റ് റാമാപിഥെക്കസ് ആണ്. സോ റാമാപിഥെക്കസ്, ഓസ്ട്രലോപിഥെക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്. സോ ഓപ്ഷൻ വിൽ ബി ബി. സോ 120 ഓപ്ഷൻ വിൽ ബി ബി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Which of the following had the smallest brain capacity എന്നാണ് ചോദിച്ചത്. ആക്ച്വലി സ്പീക്കിംഗ് ഇതും നമ്മുടെ ഒരു 121 ഇതും ഒരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഇതിൽ മോസ്റ്റ് സ്പെസിഫിക് നോക്കിയാൽ മതി അല്ലേ? ഇതിൽ ഏറ്റവും ചെറുതാ, ഏറ്റവും അക്കോർഡിംഗ് ടു എവല്യൂഷൻ നമ്മൾ ഹോമോ നിയാൻഡർതാൽ മാനും മോഡേൺ മാനും തമ്മിലേ ആ ഒരു പ്രശ്നമുള്ളൂ. അതായത് നിയാൻഡർതാൽ മാൻ കുറച്ചുകൂടെ കൂടുതലാണ്, പക്ഷെ ബാക്കി കറക്റ്റ് ആണ്. ബാക്കി എന്ന് വെച്ചാൽ ബാക്കി ഏറ്റവും ആദ്യത്തെ ആൾക്കാർക്ക് സൈസ് കുറവാണ്. സോ ഇതിൽ ഏറ്റവും ആദ്യത്തെ ആൾ ആരാ നോക്കിയാൽ മതി. ആദ്യത്തെ ആൾ ആരാ? ഹോമോ ഹബിലിസ്. സോ 121 ആൻസർ വിൽ ബി ബി. ഓക്കെ, what was the most significant trend in evolution of modern man? Homo sapiens. നമ്മൾ പറഞ്ഞ most significant increasing cranial capacity അല്ലേ? ഓക്കെ, the extinct human 1,10,000 ഇതന്നെ കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. 123 ആൻസർ വിൽ ബി നിയാൻഡർതാൽ മാൻ. ബാക്കിയൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, the most apparent change during the evolutionary change of Homo sapiens നമ്മളിപ്പോൾ പറഞ്ഞു. യെസ്, എന്താണ്? remarkable increase in brain size. Okay. So 128 according to fossils present time evolution of man started from 128 correct. NCERT-ലെ ചോദ്യം തന്നെയാണ്. then ആഫ്രിക്ക വരും. Which of the following is closest relative of man എന്നാണ് ചോദിച്ചത്. 129 answer chimpanzee. Okay, chimpanzee. Character which is closely related to human evolution. Character which is closely related to human evolution. ആക്ച്വലി ഇതിന്റെ ആൻസർ 132A ആണ് കേട്ടോ. ഇതൊക്കെ ഔട്ട് ഓഫ് NCERT ആണ് എനിക്കറിയാം, പക്ഷെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്തേക്കാവുന്ന ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ ആണ്. ഡിസപ്പിയറൻസ് ഓഫ് ടെയിൽ ആണ് ആക്ച്വലി. ടെയിൽ. ഓക്കെ, ഹ്യൂമൻ എവല്യൂഷൻ നമ്മളിപ്പോൾ ഒരു ബാക്കി നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഓർഡർ പ്രൈമേറ്റ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി കുറച്ച് ഓർഗാനിസത്തിൽ ചിലപ്പോൾ ഈ ടെയിൽസ് കണ്ടേക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളെ മങ്കീസിലൊക്കെ ടെയിൽസ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്തപ്പോൾ ഈ ടെയിൽ പോയി എന്നുള്ളതാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഡിസപ്പിയറൻസ് ഓഫ് ടെയിൽ. സോ 132 ആൻസർ ഈസ് എ. നെക്സ്റ്റ് നമുക്ക് കുറച്ചൊരു ഒരു നമ്മുടെ ഏത് നോക്കാന്നറിയോ? എയിംസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എയിംസിൽ കുറച്ച് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. So you can just read that 19th question which I have gave you. Okay, so 19th question നോക്കാം. 19th question,
Which of the following evidences not favor Lamarckian concept of inheritance? ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമുക്ക് അറിയാത്ത സാധനമാണ്, പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് മാത്രം വെച്ചാൽ എയിംസിന് വേണ്ടത് പലപ്പോഴും ലോജിക് ആണ് കേട്ടോ. ആൻസർ ഐ മീൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഔട്ട് ഓഫ് NCERT എന്ന് വിചാരിച്ച് വിടാൻ നിൽക്കണ്ട. ലാമാർക്കിയൻ കൺസെപ്റ്റ് എന്താ? യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി അല്ലേ. യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലം ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൽ എവല്യൂഷൻ നടക്കും, കുറേ കാലം ഒന്നും യൂസ് ചെയ്യാതെ അതിന് റിഗ്രഷൻ നടക്കും, അത്രയല്ലേ ഉള്ളൂ. സോ ആക്ച്വലി ലാമാർക്കിയൻ ഇൻഹെറിറ്റൻസിന് ഫേവർ ചെയ്യാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. ആബ്സെൻസ് ഓഫ് ലിംസ് ഇൻ സ്നേക്സ് ആവാം അല്ലെ. സ്നേക്സ് ഫോർ എക്സാമ്പിൾ സ്നേക്കിൽ ആദ്യം പറയപ്പെടുന്നു, സ്നേക്കിൽ ആദ്യം ഈ ഒരു കാലിന്റെ അല്ലെങ്കിൽ ഹൈൻഡ് ലിംബിന്റെ കുറച്ച് എവിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവര് എവല്യൂഷൻ പ്രകാരം അല്ല അവരത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് പോയതാവാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആവാം അല്ലെ. ഇനി മെലനൈസേഷൻ ഇൻ പെപ്പേർഡ് മോത്ത്സ്, അത് ആക്ച്വലി മെലനൈസേഷൻ ഈ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മെലനൈസേഷൻ, അത് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെ. മെലനൈസേഷൻ അതായത് ബ്ലാക്ക് വൈറ്റ് ആയത്, ഐ മീൻ വൈറ്റ് ബ്ലാക്ക് ആയത്, ആദ്യം ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ വൈറ്റ് ആയിരുന്നു, ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ബ്ലാക്ക് ആയിരുന്നു. അത് ആക്ച്വലി ലാമാർക്കിയൻ കൺസെപ്റ്റ് ആണോ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ സെലക്ഷൻ, നമ്മൾ പറഞ്ഞതാണ് അല്ലേ. സോ ബി ഈസ് ആക്ച്വലി ദ ആൻസർ. ഇനി മറ്റേ നോക്കാം, പ്രസൻസ് ഓഫ് വെബ്രി ടോസ് ഇൻ അക്വാട്ടിക് ബേർഡ്സ്. അക്വാട്ടിക് ബേർഡ്സിൽ വെബ്രി ടോസ് വരാനുള്ള കാരണം അവരിങ്ങനെ അത് യൂസ് ചെയ്ത് അവർക്ക് നീന്താൻ അവരൊക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളെ ഡക്ക് അല്ലേ, ഈ സാധനത്തിൽ ആക്ച്വലി വെബ്രി ടോസ് വരാനുള്ള കാരണം അവരത് യൂസ് ചെയ്ത് അതിൽ വന്നതായിരിക്കാം അല്ലെ. ഇനി ലാക്ക് ഓഫ് പിഗ്മെന്റ് ഇൻ കേവ് ഡ്വെല്ലിംഗ് അനിമൽസ്, ഗുഹയിലുള്ള അനിമൽസിൽ പിഗ്മെന്റ് ഉണ്ടാവണോ? അവർക്ക് ഏതൊരു കണക്ഷൻ ഇല്ല. ആക്ച്വലി പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് മെലാനിൻ പോലുള്ള പിഗ്മെന്റ്സ് നമുക്ക് പ്രൊട്ടക്ഷൻ ഫ്രം സൺലൈറ്റ് ആണല്ലേ. സോ കേവിൽ മാത്രമുള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ല. സോ അതും ഒരു ഡിസ്യൂസ് ആയിക്കൂടെ. സോ ആൻസർ വിൽ ബി ബി. സോ ആൾ യു വാണ്ട് ഈസ്, ഐ ഹാവ് ടു ഫോക്കസ്, ഐ വാണ്ട് ടു സേ ആൾ യു വാണ്ട് ഈസ് ജസ്റ്റ് സം ലോജിക്സ്. So 20 you can see the extinct human ancestor who ate only fruits and hunted with stones. Correct NCERT question ആണ്. ആൻസർ ഈസ് ബി. ഓക്കെ, ഇതും കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ടെമ്പറേച്ചറുമായിട്ട് അസോസിയേറ്റ്, അതായത് നമ്മുടെ മില്ലേഴ്സ് എക്സ്പെരിമെന്റിലെ ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, നൗ സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഹോമോ ഇറക്ടസ് എന്നാണ് ചോദിച്ചത്. ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസിൽ അല്ലെങ്കിൽ ഹോമോ ഇറക്ടസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നമുക്കറിയാം ഈ ഹോമോ എന്ന് പറയുന്നത് ആക്ച്വലി ജീനസ് ആണ്, ഇറക്ടസ് എന്നുള്ളത് ആക്ച്വലി എന്താണ്? സ്പീഷീസ് ആണ്. അത് നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ ഹോമോ സാപ്പിയൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബാങ്ക്സിന് SGFOC എന്നല്ലേ കോഡ്, SGFOC അല്ലേ, SGFOC. പിന്നെ നമ്മളെ കിങ്ഡം, SG എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഏതാ നമുക്ക്? ഹ്യൂമൻ ബീങ്സിന് സാപ്പിയൻസ് അല്ലേ, സാപ്പിയൻസ്. അല്ലെങ്കിൽ ഇവിടെ ഹോമോ ഇറക്ടസ് ആണെങ്കിൽ എറക്ടസ്. പിന്നെ ജീനസ് എന്തായിരിക്കും? ഹോമോ അല്ലേ. ഫാമിലി എന്തായിരിക്കും? ഫാമിലി ഹോമിനിഡേ. ഇത് നിങ്ങൾ ലിവിങ് വേൾഡിലൊക്കെ പഠിക്കുന്നതായിരിക്കും അല്ലേ. ഓർഡർ നമ്മൾ ഏതാ? പ്രൈമേറ്റ്സ് ആണ്. ഓർഡർ പ്രൈമേറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ ക്ലാസ് മാമൽസ് ആണ്. ചിലപ്പോൾ ഈ ക്ലാസിന്റെ അവിടെ ഡിവിഷൻ ആയിട്ട് പറയാറുണ്ടല്ലേ, ക്ലാസ് മാമൽസ് ആണ്. പിന്നെ നമ്മളെ കിങ്ഡം ആനിമേലിയ. ഓക്കെ, പിന്നെ ഡൊമൈൻ എന്നുള്ള സാധനം ഉണ്ട് കേട്ടോ. ഡൊമൈൻ നമ്മൾ യൂകാരിയോട്സ് ആണ്, അല്ലെങ്കിൽ യൂകാരിയോട്സ് ആണ് ഡൊമൈൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. സോ ഇതായിട്ട് ടാലി ആവുന്ന ഓപ്ഷൻ ഈസ് നത്തിങ് ബട്ട് എ. ഓക്കെ, which one of the following reptiles ancestor, okay, link between reptiles and birds അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർക്കിയോപ്റ്ററിക്സ് ആണ്. നെക്സ്റ്റ് 24, the correct sequence of stages in the evolution of modern man, homo sapiens is. ഇതിൽ കണ്ടോ, ഇതിൽ എക്സ്ട്രാ ഒരു സാധനം കയറി കൂടിയിട്ടുണ്ട്, ക്രോമാഗ്നോൺ മാൻ എന്ന് പറയുന്ന സാധനം. ഈ സാധനം നമുക്ക് അറിയില്ലെങ്കിൽ അക്കോർഡിംഗ് ടു NCERT ഇത് കൊടുത്തിട്ടില്ല, ഈ ക്രോമാഗ്നോൺ മാൻ എന്നുള്ള സാധനം. ആക്ച്വലി ഇതിന്റെ ഇടയിലൊക്കെ വേറെ കുറേ സാധനങ്ങളുണ്ട്. ഈ ക്രോമാഗ്നോൺ മാൻ പ്രതി ഇതാണ് കണ്ടാൽ ഇത് നമ്മൾ നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ഹോമോ ഇറക്ടസ്, ഓസ്ട്രലോപിത്തേക്കസ്. ആക്ച്വലി ഇത് എവല്യൂഷൻ പ്രകാരം ഹോമോ ഇറക്ടസ് എന്തായാലും ആദ്യം വരില്ല, പിന്നെയാണ് ഓസ്ട്രലോപിത്തേക്കസ്. അപ്പൊ എന്തായാലും എ അല്ല എന്നുള്ളത് നമുക്കറിയാം. ഇനി ഡി നോക്കാം, ആസ്ട്രലോപിത്തേക്കസ്, നിയാൻഡർതാൽ മാൻ, പിന്നെ ഹോമോ ഇറക്ടസ്. അതിലും ഓർഡറിൽ ഒരു പിശക് ഉണ്ട് അല്ലെ. ഓസ്ട്രലോപിത്തേക്കസ് ആദ്യം, പിന്നെ നിയാൻഡർതാൽ മാൻ കഴിഞ്ഞിട്ട് ഹോമോ ഇറക്ടസ്. അപ്പൊ എന്തായാലും ഡി അല്ല. ഇനി സി നോക്കാം, സി ആദ്യം തന്നെ നിയാൻഡർതാൽ മാൻ, പിന്നെ ഓസ്ട്രലോപിത്തേക്കസ്. അപ്പൊ സിയും അല്ല. അപ്പൊ ഇനി എന്തായാലും ബി ആയേ മതിയാവൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്രോമാഗ്നോൺ മാൻ എന്നുള്ള സാധനം ആക്ച്വലി നമ്മുടെ നിയാൻഡർതാൽ മാന്റെയും ഹോമോസാപ്പിയൻസിന്റെയും ഇടയിൽ വരുന്നതാണ്. ഓക്കെ, സോ ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ, ക്രോമാഗ്നോൺ മാൻ എന്നുള്ളൊരു ഫേസ് ഉണ്ട്. പിന്നീടാണ് നമ്മുടെ മോഡേൺ മാൻ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഈസ് 24 the answer will be what? 24 answer will be B. Now 25.
In a population of 100 individuals, 360 belongs to genotype. Again, Hardy-Weinberg principle ആയി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ എ, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ എന്നാണ് ചോദിച്ചത്. സോ അഗെയിൻ ഇത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലോടോ 26 അല്ലേ, സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ. 360 നമ്മൾ എന്ത് ചെയ്തു, ബൈ 10 ചെയ്തു ആ പരിപാടി അല്ലേ. അപ്പോൾ നമുക്ക് 0.36 കിട്ടി. 0.36 അതിൻ്റെ റൂട്ട് ചെയ്തു. സോ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോ ഇഷ്യൂ. A particular capital A, ഇതും നമ്മളിപ്പോൾ ചെയ്തല്ലേ. At a particular locus, the frequency of allele A is 0.6. What about the random mating population? Frequency of heterozygous 2pq ആണ്. 2pq എന്ന് പറയുമ്പോൾ 2 into 0.4 into 0.6. Again, you will be getting the answer. Yes, എത്രയാ 0.48. So 27. The answer will be D. So ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. Presence of gills in the tadpole of the frog indicates that എന്നാണ് ചോദിച്ചത്. Presence of gills, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. Presence of gills in the tadpole of frog. Gills in the tadpole of frogs indicates that. കുറച്ച് ലോജിക് വെച്ചിട്ട് മാത്രം ആൻസർ ചെയ്താൽ മതി. യെസ്, ഗിൽ എന്ന് പറയുമ്പോൾ ടാഡ്പോൾ, ഗിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗിൽ എന്ന് പറയുന്നത് ഫിഷസിലെ എന്താണ്, ഫിഷസിലെ റെസ്പിറേറ്ററി ഓർഗൻ ആണ് അല്ലേ. സോ ഫിഷസിലെ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ടുള്ള ഗിൽസ് ഉണ്ടെങ്കിൽ ടാഡ്പോൾ എന്ന് പറയുമ്പോൾ ഫ്രോഗ് ആയി മാറുന്നതിന് മുന്നുള്ള സ്റ്റേജ് ആണ് ടാഡ്പോൾ എന്ന് പറയുന്നത്. ഈ ടാഡ്പോളിൽ ഗിൽസ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ടാഡ്പോൾ എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി നമ്മുടെ ഒരു അക്വാട്ടിക് അല്ലെങ്കിൽ നമ്മുടെ ഫിഷസിന്റെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഈ ഫ്രോഗ്സ് ആക്ച്വലി എവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏതിൽ നിന്നാവാം, ഗിൽഡ് ആൻസെസ്റ്റർ അഥവാ ഫിഷസ് എന്നായിരിക്കാം എന്നുള്ളതാണ്. സോ ഫിഷസ് വേർ ആംഫിബിയൻസ് ഇൻ ദ പാസ്റ്റ് ആണോ, നമ്മൾ അറിയാതെ എഴുതാൻ സാധ്യതയുള്ള ഒരു ആൻസർ ആണ്. ആംഫിബിയൻസ് വേർ ഫിഷസ് ഇൻ ദ പാസ്റ്റ് എന്നാണെങ്കിൽ നമുക്ക് ഇത് ആലോചിക്കായിരുന്നു അല്ലേ. അപ്പോൾ ആൾ യു വാണ്ട് ഈസ് സം എന്താ പറയുക വിജിലൻസ് ആൾസോ. സോ ഫ്രോഗ്സ് എവോൾവ്ഡ് ഫ്രം ഫിഷസ് എന്ന് പറയുന്നതിന് പകരം ഫ്രോഗ്സ് എവോൾവ്ഡ് ഫ്രം ഗിൽഡ് ആൻസെസ്റ്റേഴ്സ് എന്ന് കൊടുത്തു. ഗിൽഡ് ആൻസെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫിഷസ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. സോ ഇങ്ങനെയൊക്കെ ആൾട്ടേർഡ് വേർഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ് ആക്ച്വലി, ഐ നോ ദാറ്റ്. ഞാൻ മാക്സിമം നമ്മുടെ NCERT വെച്ചിട്ട് മാത്രം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. ആൾ യു വാണ്ട് ഇൻ ദിസ് ലേണിംഗ് ഫോർ യുവർ എൻട്രൻസ് ഈസ് ജസ്റ്റ് ആസ് ഐ ആൾവേസ് സേ, ജസ്റ്റ് മേക്ക് ദ nook and corners of your NCERT very familiar with you. If you have any doubt you can ask. So ഇത്രയാണ് നമ്മുടെ എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. So let's meet in another chapter. Thank you.